കേക്ക് കൊണ്ടുവന്നില്ലേ അച്ഛേ? അത് ശരി. പോയി മേടിച്ചിട്ട് തരാ. ഇത് ഫിറ്റ് ചെയ്താലോ? ഇത് ഫിറ്റ് ചെയ്യാ. ഇത് ഫിറ്റ് ചെയ്യാ നമുക്ക്. ഇത് ഫിറ്റ് ചെയ്യാ. നോക്കിയിരുന്നോ? നമ്മള് കേക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. പക്ഷെ അച്ഛനോട് പറഞ്ഞിട്ടില്ല. ചെറിയൊരു സർപ്രൈസ് ആണ്. പക്ഷെ അത് പൊളിയിപ്പോ എന്തായാലും. അതെ, മിക്കവാറും നമ്മളെ എക്സ്പ്രഷൻ എന്റെ ഓവർ ആക്ടിങ്ങും ഓവർ എന്റെ ക്യാമറ ആയിട്ടുള്ള പൂക്ക് കണ്ടാലും മനസ്സിലാവും. നോക്കാൻ തരും. സംഭവം സത്യം പറഞ്ഞാൽ അച്ഛനും അമ്മേന്റെയും ആനിവേഴ്സറി ആയിരുന്നു. അപ്പൊ അവര് രണ്ടുപേരും അറിയാതെ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊരു കേക്ക് മേടിച്ചു വെച്ചായിരുന്നു. അമ്മ ഓൾറെഡി അറിഞ്ഞ അച്ഛന് സർപ്രൈസ് കൊടുക്കാൻ വെച്ചിട്ട് സർപ്രൈസ് പൊളിഞ്ഞു ഗൈസ്. അച്ഛൻ അടുക്കള എന്തോ കട്ട് ചെയ്യുന്നത്. നമ്മുടെ കേക്ക് മഴ ആയതുകൊണ്ട് റാപ്പ് ചെയ്ത് കൊണ്ട് വെച്ചേക്കുന്നുണ്ട്. നമ്മള് സ്ഥിരം മേടിക്കുന്ന സ്ഥലത്ത് നിന്ന് ബിസ്കൂട്ടീന്ന്. അച്ഛൻ ഫ്രിഡ്ജ് തുറന്ന് കണ്ടിട്ട് സർപ്രൈസ് പൊളിച്ച് ഗൈസ്. ബാക്കിയൊക്കെ സെറ്റാക്കി. പക്ഷെ നമ്മുടെ ആ കേക്കിന്റെ കവർ അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പറഞ്ഞു. ഒന്നും കുഴപ്പമില്ല. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അച്ഛമ്മേനെ പ്രാങ്ക് ചെയ്ത് ഏടമാസമായിട്ടുള്ളൂ. കന്നിമാസത്തിലെ അച്ഛന്റെ പിറന്നാള് പറയുന്നത്. അച്ഛന്റെ പിറന്നാളാണ്. സ്വന്തം മോന്റെ പിറന്നാള് മറന്നൂല്ലേ കമലാക്ഷി അമ്മാൾ. സ്വന്തം മോന്റെ പിറന്നാൾ അത് ഈ മാസം അല്ലാന്ന് പറഞ്ഞിട്ട് തല്ലുണ്ടാക്കുന്നല്ലേ അച്ഛമ്മ. എന്റെ പിറന്നാളെല്ലാന്ന് പറഞ്ഞാൽ മതി. എനിക്ക് അങ്ങനെ കട്ട് ചെയ്ത് തോന്നിയ പോലൊക്കെ കട്ട് ചെയ്തിട്ട. കല്യാണം കഴിഞ്ഞ ദിവസമാണ് മനസ്സിലായില്ല. അതൊന്നും ഓർമ്മയില്ല. ഇത് നമുക്ക് ഫിനിഷ് ചെയ്യാം ഗൈസ്. അപ്പൊ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. പോത്ത മീശയൊക്കെ വരച്ച് വെച്ചേക്കുന്നു ചോക്ലേറ്റ് കൊണ്ട്. ഇനി നമുക്ക് അഭിനയം കണ്ടിന്യൂ ചെയ്യാം. ഈ സാധനം ഫിറ്റ് ചെയ്യാം. ബാക്കി ഒക്കെ അച്ഛനാണ് പൊളിച്ചത്. മര്യാദക്ക് ആ കേക്ക് കാണാത്ത പോലെ നിന്നാ മതിയാവും. അങ്ങനെ ഗൈസ് ഇത് ഇവിടെ സെറ്റാക്കി. ഇത് ഭാഗ്യന്റെ എൻറോൾമെന്റ് എനിക്ക് കിട്ടിയത്. യെസ്, ഹാപ്പി. അപ്പൊ അത് കഴിഞ്ഞു. ഈ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം. ആനിവേഴ്സറി സർപ്രൈസ് വിളിച്ചിട്ട് അടുക്കളയിൽ പോയി വേസ്റ്റ് അച്ഛൻ നോക്കും. ഒരു കേക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ നോക്കിയതാ.